നമുക്കെന്നാ ചോറുണ്ടല്ലോ. ഓ ഓക്കെ നീ ചോറ് 2 കറി എന്തായാലും ഉണ്ടാവും. വെജിറ്റബിൾ കറി ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്ന് കാണിച്ചെന്ന്. ആ ആൾക്കാർ പ്രൊമോഷൻ ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ തരൂലെന്ന് പറഞ്ഞാൽ നമ്മളെ അഹങ്കാരമായി പോകും. ചേട്ടൻ മാത്രം ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ആസ്വദിച്ച് കഴിക്കുന്നുള്ളൂ. മോളും വൈഫൊന്നും കഴിക്കുന്നില്ല, ആർക്കോ വേണ്ടി കഴിക്കുന്നു. വൈറലാകുന്നുണ്ടോ, ആൾക്കാർ കാണുന്നുണ്ടോ, ഇതൊന്നും ഞാനറിയില്ല. പക്ഷെ എന്റെ മോളും പിന്നെ മരുമക്കളും ആണ് പറയുന്നത് അച്ഛന്റെ വീഡിയോ കൊണ്ട് ഇങ്ങനെ കത്തിക്കയറി പോന്ന്. പിന്നെ എന്റെ രീതി അത് തന്നെയാ, കൊയ്ക്കുന്ന രീതിയും ഭക്ഷണം കഴിക്കുന്ന രീതിയും എല്ലാം അത് തന്നെയാ. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ അതിന് മൊബൈലിൽ കാണിക്കാൻ വേണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മളെ ബേബി ജീന് കൊളാബ് ചെയ്തു ആ വീഡിയോ. കൊളാബ് ചെയ്ത് അവിടെ കിടന്നു. കൊളാബ് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ആരോ കൊളാബ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരാളുണ്ട്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുമ്പോ ഞാൻ മോളോട് പറയൂ, എനിക്ക് തന്നെ വായിന്ന് വെള്ളം വരുന്നത്. ഞാന് 10 കൊല്ലം ഗൾഫിലായിരുന്നു, ബഹറിലായിരുന്നു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ എന്ന പാട്ടിട്ടുകൊണ്ട് വെറുതെ ഊണ് കഴിച്ചാൽ നിങ്ങൾക്ക് എവിടെ വരെ പോകാനാവും. മിൽമയുടെ പരസ്യത്തിൽ ഫീച്ചർ ചെയ്യാൻ പറ്റും, ലുലുവിന്റെ പരസ്യത്തിൽ ഫീച്ചർ ചെയ്യാൻ പറ്റും. വിജിത്തേട്ടൻ അഥവാ ഇപ്പോൾ ട്രെൻഡിങ് ആയ ചോറണ്ണന്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയുടെ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം. ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന വിചാരിച്ചു. നമ്മൾ വീഡിയോയിൽ കാണുന്ന മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചോറണ്ണനെ കാണാൻ വരുമ്പോ എന്തായാലും നമ്മൾ ചോറ് കഴിച്ചോണ്ടാണല്ലോ പോകുന്നത്. വിജയേട്ടനെ പോലെ തന്നെ ആവാം എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് മാലകൾ അങ്ങോട്ട് സംഘടിപ്പിക്കാൻ അവകാശം കിട്ടിയിട്ടില്ല. നമ്മൾക്ക് ഈ ഊണ് കഴിക്കുന്ന ബീച്ചേട്ടൻ അഥവാ ചോറണ്ണനെ അറിയുള്ളൂ. ശരിക്കും ആരാണ് ബീച്ചേട്ടൻ, എന്താണ് ബീച്ചേട്ടൻ ചെയ്യുന്നത്? ഈ ഊണ് കഴിക്കുന്നതല്ലാതെ ബീച്ചേട്ടന്റെ ജോലി എന്താണ്? ഞാന് ഗൾഫിലായിരുന്നു. 10 കൊല്ലം ഗൾഫിലായിരുന്നു, ബഹറിലായിരുന്നു. 2020 ഞാൻ നാട്ടിൽ വന്നത്, കൊറോണ സമയത്ത്. മക്കള് അവിടെ മോളിൽ അവിടെ തന്നെ പഠിച്ചത്. പിന്നെ അവിടെ ചേർത്തു, ഞാനിവിടെ വന്നു. പിന്നെ അമ്മ ഒറ്റക്കായോണ്ട് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നാട്ടിൽ സെറ്റിലായി. അതിനുശേഷം ഞാനൊരു സത്യ ഫുഡ് ഒരു ബ്രാൻഡ് തുടങ്ങി. സത്യ ഫുഡ്സ് റീപാക്കിംഗ് ബ്രാൻഡാണ്. അതും കൊണ്ടാണ് മാർക്കറ്റിൽ പോകുന്നത്. പിന്നെ ഡെയിലി ഞാൻ എൻ്റെ യൂട്യൂബ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. ഞാൻ നോക്കുമ്പോ 2024 ഒക്ടോബർ മുതലാണ് ഇൻസ്റ്റയില് ഈ ഫുഡ് കഴിക്കുന്ന റീലുകൾ ഇടാൻ തുടങ്ങുന്നത്. അവിടെ നിന്ന് 2024 ഒക്ടോബർ തൊട്ടിട്ട് 2026 ഇപ്പൊ ഏപ്രിൽ അവസാനം വരെയും അതേ റീൽ ചെയ്തോണ്ടിരിക്കണല്ലോ. ഈ ഒരേ റീൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഐഡിയ എന്തായിരുന്നു? ഒരേ റീൽ ഇട്ട വർക്ക് ആവുന്ന ആരാ പറഞ്ഞു തന്നെ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഫാമിലി വീഡിയോ ഇടല്, എല്ലാവരും കൂടിയുള്ള ഫാമിലി ആയിട്ടുള്ള ഇരിക്കുന്ന ഞങ്ങൾ ഒന്നിച്ചാ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇടാൻ കാരണം നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ ഫാമിലി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഇല്ല. അപ്പൊ അതൊന്നും ആൾക്കാരൊന്നും അറിയട്ടെ. നമ്മുടെ മക്കളും ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി ആൾക്കാരനൊന്ന് കാണട്ടെ. അതിനെന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ആയിക്കോട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. അത് ഫാമിലി വീഡിയോ ഇടല്. അപ്പൊ അതില് മെയിൻ കമന്റ് എന്ന് വെച്ചാല് ചേട്ടൻ മാത്രം ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ആസ്വദിച്ച് കഴിക്കുന്നുള്ളൂ, മോളും വൈഫൊന്നും കഴിക്കുന്നില്ല, ആർക്കോ വേണ്ടി കഴിക്കുന്നു. ഇപ്പൊ ഈ കമന്റ് എല്ലാം വായിക്കുന്നവരാ. ഞാൻ ഇതൊന്നും വായിക്കാറില്ല, കമന്റ് ഒന്നും ഞാൻ വായിക്കാറില്ല. അപ്പൊ അവര് വായിക്കും, പറയും അച്ഛന്റെ വീഡിയോ, അച്ഛന് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടം, മോള് പറയും അപ്പൊ അച്ഛന്റെ വീഡിയോ മാത്രം ഇട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയാണ്. അപ്പൊ എന്റെ വീഡിയോ മാത്രം ഉണ്ടെങ്കിൽ ക്യാമറാമാൻ ഇല്ല, എനിക്ക് വീഡിയോ എടുത്തു തരണ്ടേ, ആരെങ്കിലും ഒരു വീഡിയോ എടുത്തണ്ടേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അത് ഞാൻ വലിയ ട്രൈപ്പോഡ് ഉണ്ട് എന്റെ, അതാ മേലെ വെച്ചിട്ട് അങ്ങ് ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ അവിടുന്ന് എടുക്കുക. അപ്പൊ എല്ലാവരെയും കിട്ടും. ഒന്നെ മാത്രം കിട്ടണമെങ്കിൽ എന്റെ അടുത്തുനിന്ന് എടുക്കണ്ടേ. അപ്പൊ ഞാൻ എന്റെ ചെറിയ ട്രൈപ്പോഡ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ പാട്ട എടുത്ത് അതിന്റെ മേലെ ട്രീപ്പിന് വെച്ച് അതിന്റെ അവിടെ മൊബൈൽ ക്യാമറ വെച്ച് എടുത്ത് ഇവിടെ വെക്കും. അവിടുന്ന് എന്റെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ ഇരിക്കുന്നതെല്ലാം അടുത്ത് തന്നെ കിട്ടും. അപ്പൊ എനിക്ക് കാണാൻ ചെയ്യാം. ഫ്രണ്ട് ക്യാമറ എടുക്കുവേ, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം സുഖമാണ്. അപ്പൊ അതിൽ എടുത്തിട്ട് ഇടാൻ തുടങ്ങി. എപ്പോഴാ ഇത് ചോറിനിൽ കൈവിട്ട് പോയി, ചോറെന്നുള്ള പേര് വീണു, സ്വർഗങ്ങൾ സ്വപ്നം കാണും പാട്ടും ഇത് വൈറലാകുന്നുണ്ടോ, ആൾക്കാർ കാണുന്നുണ്ടോ, ഇതൊന്നും ഞാനറിയില്ല. പക്ഷെ എന്റെ മോളും പിന്നെ മരുമക്കളും ആണ് പറയുന്നത് അച്ഛന്റെ വീഡിയോ കൊണ്ട് ഇങ്ങനെ കത്തിക്കയറി പോന്ന്, പിടുത്തം വിട്ട് പോക്കാൻ പോകുന്നത്. പക്ഷെ അതിനുശേഷം നമ്മളെ ബേബി ജീന്
കൊളാബ് ചെയ്തു ആ വീഡിയോ. ഓക്കെ. കൊളാബ് ചെയ്ത് അവിടെ കിടന്നു. കൊളാബ് ഞാൻ അക്സെപ്റ്റും ചെയ്തില്ല. ആരോ കൊളാബ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മോള് പറഞ്ഞു ഇത് ബേബി ജീനാണ്, പാട്ടുകാരനാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോ ഇടുന്നു, ഡെയിലി ഞാൻ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. അത് ഇങ്ങനെ തുടർന്നു തന്നെ. എന്തായാലും ഞാൻ ഉച്ചക്കും രാത്രിയും ഞാൻ ചോറ കഴിക്കുക, അതിന്റെ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും, ഇടും. ഈ സ്വർഗ്ഗങ്ങൾ സ്വപ്നം കാണുവാണ് ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഉണ്ണുന്നു, ചേച്ചി ബാക്കിൽ നിൽക്കുന്നു. അതാണ് അത്. പിന്നെ ആളുകൾ ട്രംപ് ആയിട്ടും നരേന്ദ്രമോദിയായിട്ടും മിൽമയുടെ പരസ്യത്തിൽ ഫീച്ചർ ചെയ്തു. മിൽമയുടെ പരസ്യത്തിൽ ഫീച്ചർ ചെയ്ത സമയത്തൊക്കെ മനസ്സിലായി ഞങ്ങോട്ട് നമ്മുടെ കൈ വിട്ടു പോയെന്ന്. അപ്പൊ തന്നെ പിന്നെ ആൾക്കാരെല്ലാം അങ്ങും ഇങ്ങുന്നെല്ലാം എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങിയല്ലോ. അപ്പൊ തന്നെ പിന്നെ നമ്മളെ യൂട്യൂബറിലും വന്നു. അപ്പൊ തന്നെ നമുക്ക് ആൾക്കാരിൽ എത്തിയെന്ന് അറിഞ്ഞു. എങ്ങനെ ഇത് ആൾക്കാർ നല്ല രീതിയിലല്ലോ എടുക്കുന്നത്. എന്റെ ഫേസ്ബുക്കിലെല്ലാം നെഗറ്റീവ് കമന്റാ. അപ്പൊ ഇവര് പറയുന്നതാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഇൻസ്റ്റയിൽ നല്ല കമന്റ് ഉണ്ടെന്ന് ഇവര് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഫേസ്ബുക്കിൽ നെഗറ്റീവും മറ്റേ നല്ല രീതിയിലാണെങ്കിൽ, അപ്പൊ ഞാനിത് നോക്കാത്തോണ്ട് എനിക്ക് ഇത് പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ ഡെയിലി നമ്മളെ വർക്കിന് പോകുന്നു. അപ്പൊ അവിടുന്ന് ആൾക്കാർ കാണുന്നുണ്ട്, നമ്മളെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ. അപ്പൊ പിന്നെ ഇപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതാണല്ലോ നമ്മളൊക്കെ അധികം കണ്ടിട്ടുള്ളത്. എങ്ങനെ ശരിക്കും അതിന്റെ ഒരു പ്രോസസ്, എങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തുന്നു, എങ്ങനെ കഴിപ്പ് തുടങ്ങുന്നു? ഞാനല്ല, എനിക്ക് എന്റെ സ്ഥിരമുള്ള രീതിയാണ് അത്. ഞാൻ ഉച്ചക്ക് ഭക്ഷണം വന്നു കഴിഞ്ഞാല് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ എന്റെ പാത്രം ഇവിടെ ഉണ്ടാവും. ചോറിന്റെ പാത്രം ഉണ്ടാവും, ഞാൻ എടുത്ത് കഴിക്കുന്നു, നേരെ എടുത്ത് ഇടുന്നു. പിന്നെ എന്റെ രീതി അത് തന്നെയാ. അപ്പൊ വെക്കുന്ന രീതിയും ഭക്ഷണം കഴിക്കുന്ന രീതിയും എല്ലാം അത് തന്നെയാ. അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ അതിന് മൊബൈലിൽ കാണിക്കാൻ വേണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഇന്നർ ബനിയൻ ഇട്ടിട്ട് തന്നെയാണോ കഴിക്കാനിരിക്കുന്നത്? അല്ല, ഞാൻ ആദ്യം ഇന്നർ ഇതിടില്ല, ഇതിടാറില്ല. ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഇതിൽ വന്ന് നേരെ ഷർട്ടെല്ലാം കഴിച്ചിട്ട് എന്നാലും ഈ ഫ്രഷ് ആയിട്ട് വന്ന് നേരെ ഷർട്ടൊന്നും ഇടാണ്ടാ കഴിക്കല്. അപ്പൊ മക്കളും പറഞ്ഞു ബനിയനെങ്കിലും ഇട്. എന്തെങ്കിലും ആൾക്കാർ മരണ കമന്റാ വരുന്നത്, ഒരു രക്ഷയില്ലാത്ത കമന്റാ വരുന്നത് ഫേസ്ബുക്കിൽ നിന്ന്. നിങ്ങൾ ഷർട്ട് ബനിയൻ ഇട്ടോന്നാണ്. അങ്ങനെയാണ് ഞാൻ ബനിയൻ ഇടുന്നത്. പിന്നെ ഞാൻ ബനിയൻ ഇട്ടിട്ട് തന്നെയാണ് എല്ലാ വീഡിയോയും ചെയ്യുന്നത്. അയ്യൊരു മാറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഏത് വീഡിയോന് വേണ്ടി ഞാൻ ആകെ ചെയ്തത് ഈ ബനിയൻ ഇടുന്നത് മാത്രം. അല്ലാണ്ട് എന്റെ രീതി, കഴിക്കുന്ന രീതി ഉണ്ണുമ്പോഴേ ഇങ്ങനെ 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 ഇടുകയാണല്ലോ ചെയ്യുന്നത്. ഇത് എപ്പോ തൊട്ട്, ചെറുപ്പം തൊട്ട് എങ്ങനെയാ? ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ തന്നെ കഴിക്കല്. അതാണ് എന്താ വെച്ചാൽ എനിക്ക് ഭക്ഷണം നീറ്റ് ആൻഡ് ക്ലീൻ ആയി കഴിക്കണം. ആവശ്യമില്ലാത്തൊന്നും ഞാൻ വാങ്ങിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് വെച്ചാല് എനിക്ക് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ കുഴച്ച് കൈയറിഞ്ഞ് ഭക്ഷണം കഴിക്കണം. എന്താ കൈയിന്റെ ഉള്ളറിഞ്ഞ്? അപ്പൊ കൈയിന്റെ ഉള്ളറിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തടിക്ക് പിടിക്കുള്ളൂ. അപ്പൊ അതാണ് പണ്ടേ നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ വല്യമ്മയും അമ്മേന്റെ അച്ഛന്റെ അമ്മയൊക്കെ നമ്മൾ പഠിപ്പിച്ചതാ. പിന്നെ മീന്, നമുക്കൊന്നുമില്ലെങ്കിൽ മീനുണ്ടാവും. നമുക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ, ചെറുപ്പത്തിലാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് കഴിക്കാൻ വേറൊന്നും ഇല്ലെങ്കിലും മീന് അത്രയൊക്കെ ഉണ്ടാവും. അച്ഛൻ അത്രയും കൊണ്ടുവരും മീന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മീൻ ഇഷ്ടം. എനിക്ക് മീൻ ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാ? എനിക്ക് ചെറിയ മീൻ അധികം ഇഷ്ടം. പൊടി മീൻ. എനിക്ക് മത്തി, അയില, വേളൂരി, കൊഞ്ച്, അങ്ങനത്തെ ചെറിയ മീനാണ് ഇഷ്ടമുള്ളൂ. എനിക്ക് വലിയ മീന് കിങ് ഫിഷ് അയക്കൂറൊക്കെ കഴിക്കുമെങ്കിലും, പക്ഷെ ഞാൻ വാങ്ങിക്കോ ചെറിയ മീനെ വാങ്ങിക്കുള്ളൂ. ഈ മീശയുടെ സ്റ്റൈലില്ലേ, പുഷ്പത്തെ സുന്ദരന്റെ പോലെ, അതായത് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി അവിടെ ചെമ്പൻ കളർ കൊടുത്തിട്ടുള്ളത്, ഈ പുഷ്പയുടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെ? നമുക്ക് പുഷ്പയാണോ അങ്ങനെയൊന്നുമില്ല. ആരോട് പറഞ്ഞല്ലോ പുഷ്പയുടെ സുനില് പോലെ ഉണ്ട് കാണാൻ? അവരെ കുറെ ആൾക്കാർ ഇട്ട്, ആരാണ് കെംടെക്കിന്റെ അവര് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവര് ഇട്ടിരുന്നു. അതൊക്കെ നല്ല ഇതിലാ പോയത് വീഡിയോ. എങ്ങനെ ചോറണം എന്നുള്ള പേര് വിളിയും അതൊക്കെ ആസ്വദിക്കുന്നുണ്ടോ? അതുപോലെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാ. അല്ലാതെ നമ്മളോട് വെറുത്തിട്ടു അല്ലെങ്കിൽ അതിനെ നെഗറ്റീവ് ആയിട്ടല്ല ഞാൻ അത് കാണുന്നത്. അത് പോസിറ്റീവ് തന്നെയാ. അതൊരു പോസിറ്റീവ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ചോറണം പോകുന്നുണ്ടെന്ന് തന്നെയാ പറയുന്നത്. അത് നമ്മുടെ ഒരു നല്ല ഇഷ്ടം കൊണ്ട് വിളിക്കുന്നത്. നാട്ടിലൊക്കെ എന്താ വർത്താനം? നാട്ടില് ഇപ്പൊ ഉത്സവത്തിനാണ് ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവാൻ സമയം കിട്ടില്ല. എന്റെ ജോലി, പിന്നെ നമുക്കൊരു ഷോപ്പ് ഉണ്ട് പള്ളൂര്, കഫ്റ്റീരിയ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് അവിടെ ഉണ്ടാവാം. അപ്പൊ രാത്രി 9 മണിയാവും ഞാൻ വരണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ തെരുവ് ഇറങ്ങില്ല. ഇപ്പൊ ഉത്സവമായോണ്ട് 18 വിഷു മുതൽ ഇന്നലെ വരെ ഞാൻ അവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ആൾക്കാരിൽ ഇപ്പാണ് അംഗീകരിച്ചു തുടങ്ങിയത്. ഇങ്ങനെ ഒരു ആളുണ്ട്, പിന്നെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട് എന്നുള്ളത് ആൾക്കാർ അംഗീകരിച്ചു എന്നുള്ളതും ഇപ്പാണ് നമ്മളെ നാട്ടുകാരൊന്ന് അംഗീകരിച്ചു വന്നത്. നമുക്കെന്നാ ചോറുണ്ടല്ലോ. ചോറ് എത്ര കൂട്ടം കറികൾ ഉണ്ടാവും സാധാരണ?
എനിക്ക് എന്തായാലും ഇവിടെ എന്തായാലും നമുക്കൊരു ഉപ്പേരി ഉണ്ടാവും, ആ. ഒരു മീൻ പൊരിച്ചുണ്ടാവും, ഇദ്ദേഹമാണ് രണ്ട് കറി. നമ്മുടെ ഓ രണ്ട് കറി എന്തായാലും ഉണ്ടാവും. ആ, ഓക്കേ. വെജിറ്റബിൾ കറി ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും. ആ, ആ, പക്ഷെ ആ. നമുക്ക് മീൻ കറി മുളക് തന്നെ ഇരിക്കും. മതി മതി മതി. ആ, ഈ മുളക് കടിച്ചിട്ടൊക്കെ അതെനിക്ക് ഇഷ്ടാ. ആ, അത് എങ്ങനെയായിരിക്കണം ആ മുളക്? എങ്ങനെയാ ഒന്നെങ്കിൽ പ്രിപ്പറേഷൻ? കാന്താരി, ആ, അല്ലെങ്കിൽ കാന്താരി എങ്ങനെയാ അങ്ങനെ ആക്കുന്നത്? ഏനാ കാന്താരി ഉപ്പിലിടാണോ ഇല്ല സുർക്ക? ഇല്ല ഇല്ല, ആ, ഉപ്പിലാണല്ലോ. എന്റെ ഇവിടെ മേലെ ഇതുണ്ട്, കാന്താരിന്റെ തൈ ഉണ്ട്. പച്ചക്ക എടുത്ത് ആ, കടിക്കുകയാണല്ലേ? ഓ, അല്ലാണ്ട് ഉപ്പിലിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ ഉപ്പിലിട്ട് ഓക്കെ. ഒന്നാമത് കഴിക്കാനും പാടില്ല, അത് പ്രഷർ ഉപ്പല്ലേ, ഓ, പിന്നെ ഓ. സ്വർക്കയിലിടുന്നതിന്. പച്ചക്ക് കാന്താരി കടിക്കുകയാണ്. അത് നല്ലത്, അതാ നല്ലത്. ഉം. എനിക്കിഷ്ടം അങ്ങനെ കഴിക്കുന്നതാ. ഇപ്പൊ ഈ ആളുകൾ ഇങ്ങനെ സ്വപ്നങ്ങൾ സ്വർഗം കാണും വെച്ചിട്ട് ഒരുപാട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ക്രിയേറ്റ് ഇത് കാണുമ്പോ ഇത് ഇപ്പൊ കാണാറുണ്ടോ? ആ പാട്ട് കേൾക്കുമ്പോ തന്നെ എന്നെയാ നോക്കും ആൾക്കാർ. ഞാൻ എന്റെ ഫോണിലായിട്ട് അറിയാണ്ടായിട്ട് ഇത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നോക്കും ആൾക്കാർ. അതാണ് ഇപ്പൊ അത് അച്ചാറാണല്ലേ അതൊക്കെ? ആ, ഓക്കേ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നെ കേട്ടോ. ഓ, അച്ചാറ് എല്ലാം ഹോം മെയ്ഡ് ആണല്ലേ? എല്ലാം ഹോം മെയ്ഡാ. ശരിക്കും എന്തൊക്കെയാണ് ഫുഡിന്റെ ബിസിനസ് അല്ലാതെ എന്തൊക്കെയാ മറ്റെന്തൊക്കെയാ ചെയ്യുന്നത്? നമുക്ക് ഞാൻ പറഞ്ഞേ, നമുക്ക് പള്ളൂര് ഷോപ്പുണ്ട്, കഫ്റ്റീരിയ. ഓക്കെ. അത് പങ്കൻസ് കഫേ എണ്ണ കടിയാ. ഓക്കെ ഓക്കെ. അവിടെയാ ഞാൻ ഉണ്ടാവുക. ഓ ഓ ഓ. വൈകുന്നേരം ഉച്ചവരെ എന്റെ വർക്ക് ഉണ്ടാവുള്ളൂ. ആ, എന്റേതായ നമ്മള് സെയിൽസിൽ ഞാൻ പോകുന്ന ഉച്ചവരെ പോകും. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ആളുകള് ഇങ്ങനെ വീഡിയോന്റെ ഇടയിൽ കമന്റ് ഒക്കെ ഇട്ടിടുന്നുണ്ട്, ചേട്ടാ ഊണ് കഴിക്കാൻ അല്ലെങ്കിൽ വിശപ്പ് തോന്നുന്നില്ല എങ്കിൽ ഞങ്ങള് ഈ സ്വപ്നങ്ങൾ സ്വർഗം കാണും പാട്ടിട്ടുള്ള ചേട്ടൻ റീല് കാണും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ ഇതിനോട് നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് ഇഷ്ടം വന്നത്, ആ, കുറെ ഫാമിലീസ് ആ, ചെറിയ മക്കളെ വീഡിയോസ് ഉം, എന്റെ പാട്ട് കേൾപ്പിച്ചിട്ട്, അല്ല എന്റെ വീഡിയോ കാണിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ വീഡിയോ സ്റ്റോറി ആക്കി എന്നെ മെൻഷൻ ചെയ്തിട്ട് ഇടുന്ന കാണുമ്പോൾ അവരെന്നെ വിളിച്ച് പറയുമ്പോൾ അതിന്റെ നമ്മളെ ചെയ്തത് അത്രയും വലവത്തായി. നമ്മളതൊരു നെഗറ്റീവായിട്ടല്ലല്ലോ അവരെടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മത്തി വറുത്താണല്ലേ? അയില. അയിലയാണ് ഇത്. ഓ, ചെറിയ അയില. ആ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്ന് കാണിച്ചെന്ന്. ആ, കഴിഞ്ഞറിഞ്ഞ് കഴിക്കുക. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസിറ്റീവ് ആണെങ്കിലും ഫേസ്ബുക്കിൽ നെഗറ്റീവ് ആണല്ലോ. ഫേസ്ബുക്കിൽ കംപ്ലീറ്റ് നെഗറ്റീവ്. പക്ഷേ അതിനകത്ത് എനിക്കൊരു ഗുണം കിട്ടിയത്, ഞാനൊരു ചാനലിൽ പറഞ്ഞതിന് ശേഷം എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ വന്ന് എന്നെ ഫോളോ ചെയ്ത് അതിന് മറുപടി കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഒരു കമന്റിനും വായിക്കാറില്ല, അതിന് റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിന് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയത് എനിക്ക് സന്തോഷം. അപ്പം നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്ന്. അത് തന്നെ ഞാൻ പിന്നെ അധികം നോക്കാറില്ല. ഇപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരെല്ലാം പറയുന്നത് നീ നോക്കണ്ടാണ്, നോക്കാതെ മറ്റ് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, അത് ചെയ്യണ്ട, നിങ്ങൾ അത് ചെയ്തോണ്ടല്ലേ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്, അതൊക്കെ എങ്ങനെയാ നമുക്ക് കാണുന്നത്? അതുണ്ട്. പക്ഷെ അതിനെയും നല്ല പോസിറ്റീവായി പറയുന്ന ആൾക്കാരുണ്ട്. അവര് അതിൻ്റെ അകത്തുനിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അത് നിങ്ങൾ എന്തിനാ നോക്കുന്നതെന്നൊക്കെ പറയുന്ന പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇൻസ്റ്റേൻ്റെ അകത്തുനിന്ന് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. പിന്നെ ആൾക്കാർ പ്രൊമോഷൻ ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ തരൂലെന്ന് പറഞ്ഞാൽ നമ്മളെ അഹങ്കാരമായി പോകും. ഓൻ വലിയ എന്തോ എന്നുള്ള ചിന്ത വരും. നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്ന നമ്മൾ ആർക്കും തെറ്റുന്നല്ല നമ്മൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്നുണ്ട്. സ്വപ്നങ്ങൾ സ്വർഗം കാണുന്നുള്ള പാട്ട് ഇട്ട ദിവസം, ആ റീൽ ഇട്ട ദിവസം ഒന്ന് ഓർക്കെടുത്താവോ? എങ്ങനെയാ സംഭവം നടന്നത്? ഞാൻ ഇന്ന പാട്ടിടുന്നൊന്നും അങ്ങനെയൊന്നുമില്ല. എന്റെ പാട്ടെല്ലാം പഴയ പാട്ടായിരിക്കും. എനിക്ക് പഴയ പാട്ടോട് ഇഷ്ടം. അപ്പോൾ ആ പാട്ടിട്ട് അതിടുന്നു. ഒരു ഞാനിങ്ങനെ റാൻഡമായിട്ടൊരു പാട്ട് സെലക്ട് ചെയ്യുന്നു, അതിടുന്നു. അല്ലാതെ ഇന്നേ പാട്ടിടുന്നൊന്നും അങ്ങനെയൊന്നുമില്ല. അതിട്ടാൽ അത് വിജയിക്കുന്നൊന്നോ ഞാൻ വിചാരിച്ചു പോലിക്കില്ല. ഒരു പാട്ട് കണ്ടു, അത് സെലക്ട് ചെയ്ത് വിട്ടു, ഇത്ര തന്നെ. ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സൈഡിൽ ചേട്ടനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അപ്പൊ സൈഡിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് മറ്റേ ചോറ് കഴിക്കരുത്, പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം, വേണ്ട തോരം വേണ്ട,
അങ്ങനെയൊക്കെയാണല്ലോ പറയണത്. ഇപ്പുറത്ത് നമ്മൾ ചോറും മീൻ വറുത്തും ഒക്കെ കൂട്ടി ഉരുട്ടി ഉണ്ണുന്നു. പക്ഷേ ആ കുറേ ആൾക്കാർ ഇങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാ ഒരു 90% ആൾക്കാരും. അവരിടക്കാണ് നമ്മളെ ഈ വീഡിയോ എത്തുന്നത്. അപ്പൊ അവരിങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്കാണെങ്കിൽ പറ്റുന്നില്ല. പിന്നെ കൂടുതൽ ആൾക്കാർ വിദേശത്താണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് കിട്ടുന്നുമില്ല. ഇങ്ങനെ ആസ്വദിച്ച് ഫ്രീ ആയിട്ട് അവിടുത്തെ പല പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന സമയത്താണ് അവർ ഉള്ളത്. നമ്മൾ കുറെ അനുഭവിച്ചതാ. നമുക്കറിയാം അവരെ ഫീല്. ഗൾഫിലിരുന്നപ്പോ ഇങ്ങനെ കൊതിച്ചുണ്ടോ ഇങ്ങനെ ഇരുന്ന് ഉണ്ണാൻ പറ്റണേ? ഞാൻ ഇങ്ങനെ തന്നെയാ കഴിച്ചത്. എന്റെ ഫാമിലിയായിട്ട് എന്തേലും ഗൾഫില് ഞാൻ എന്റെ വീട്ടില് ഇങ്ങനെ തന്നെയാ ഗൾഫിൽ നിന്ന് ഞാൻ കഴിക്കുക. ഇതിനൊന്നും ഒരു മാറ്റമൊന്നുമില്ല. പക്ഷെ അവരെല്ലാവരും അവിടെ ഉണ്ടേനു, എനിക്ക് വെച്ച് തരാൻ ആളുണ്ടേനു. അതുകൊണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിലേനു. അപ്പോൾ ഐറ്റംസ് എല്ലാം കിട്ടും. മീനും നമ്മളിവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ കിട്ടും. ഇടിച്ചക്കയെല്ലാം എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇവിടെ വരുന്നതിന് മുമ്പേ ഇടിച്ചക്ക എനിക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാ സാധനവും ഞാൻ മാർക്കറ്റിലായതുകൊണ്ടേ ഞാൻ ഫ്രഷ് തേങ്ങ അരക്കാറ് അവിടെ നിന്ന്. അപ്പൊ ഞാൻ ഇവിടുത്തെ തൊട്ട് തന്നെ എങ്ങനെയാണോ ഇവിടെ ഉള്ളത് അതേപോലെ തന്നെയാണ് ഞാൻ കഴിച്ചതാണ്. അവിടെ മിക്കവാറും പൊടിയായി ഉപയോഗിക്കുക, കോക്കനട്ട് പൗഡറൊക്കെ. ഞങ്ങൾക്ക് വീട്ടിലേക്ക് മുളക്, മഞ്ഞള്, മല്ലി അമ്മ ഇവിടുന്ന് കഴുകി പൊടിച്ച് കൊടുത്തയക്കും. ഞാൻ വർക്ക് ചെയ്ത് നമ്മളെ കമ്പനിയിൽ 100-600 സ്റ്റാഫ് ഉണ്ടായിരുന്നു. മാസത്തിൽ ഒരാളെങ്കിലും ഇവിടുന്ന് വരുന്നുണ്ടാവും നമ്മളെ കമ്പനിയിലേക്ക്. അപ്പോൾ അവരുടെയൊക്കെ മുളക്, മല്ലി, മഞ്ഞൾ തീരുമ്പോഴേക്കും എത്തും. അമ്മ കറക്റ്റായിട്ട് എത്തിക്കും. ഞാൻ വിചാരിച്ചു അവിടത്തെ ജീവിതം മിസ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് ഞാനൊരു 10 കൊല്ലം നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു ബാച്ചുലറായിട്ട്. അന്നേരം നമ്മൾ അത്യാവശ്യം കുക്കിംഗ് എല്ലാം പഠിച്ച്. അപ്പൊ ഞങ്ങള് ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചെയ്ത് കുക്കിംഗ് വീഡിയോ എന്തൊക്കെയാ കുക്ക് ചെയ്തിട്ടുള്ള? എല്ലാം ചെയ്യും. എല്ലാ കറിയും മീൻ കറിയും എല്ലാം ചെയ്യും. അപ്പൊ അത് ആൾക്കാർക്ക് വേണ്ട, അതങ്ങനെ അങ്ങ് ക്ലിക്കായിക്കില്ല. യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഉണ്ടേ. ഈ മീൻ പൊരിച്ചതിനെയും നമ്മൾ സാധാരണ കഴിക്കുന്ന മീൻ പൊരിച്ചതിന്റെ ടേസ്റ്റ് അല്ല, വേറെ തന്നെ ഒരു മസാലയാ. അതെന്താ അത്? അത് നമ്മളെ മസാലയാ, ഞാൻ ഉണ്ടാക്കുന്ന മസാലയാ. നമ്മളത് കൂട്ടുണ്ടോ? ഞാൻ കൊടുക്കുന്നേ രഹസ്യ കൂട്ടുണ്ടോ? അത് നമ്മള് കൂട്ടാ. ഞാനത് കൊടുക്കുന്നുണ്ട് മാർക്കറ്റില്. അത്യാവശ്യം അധികമൊന്നുമില്ലേ, കുറച്ച് ആൾക്കാർക്ക്. എന്താ പേരെന്താ ഇതിന്റെ? അപ്പൊ എന്ത് പേര് പറഞ്ഞാലും കിട്ടുന്നത്? ഇല്ല, മാർക്കറ്റിലൊന്നും ഇല്ല. ഞാൻ അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ. മാർക്കറ്റിലില്ല, മാർക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടില്ല. എന്നുവെച്ചാൽ ആവൂല, നമുക്ക് പൊടിച്ചാൽ കിട്ടുകയില്ല, വിലയും കൂടുതലാ, ആൾക്കാർക്ക് വേണ്ട, വില കൂടിയ സാധനം വേണ്ട. അതുകൊണ്ട് നമ്മള് വേണ്ടവർക്ക് മാത്രം കൊടുക്കുന്നത് മാത്രം. ഇപ്പം കുറച്ച് ആൾക്കാർ അധികം ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം റീൽസ് ഹിറ്റായ ശേഷം കുറച്ച് അധികം ആള് പറയുന്നുണ്ട് നിങ്ങളെ മീനിന്റെ കറീന്റെ എന്താണെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആളുകൾ പറയുന്നുണ്ട്, ചില ആളുകൾ ഈ ഫേസ്ബുക്കിൽ പറയുന്നതുകൊണ്ട് നിന്റെ കഴിപ്പ് കൊണ്ട് ഞങ്ങൾക്ക് മടുത്തു, അറപ്പ് തോന്നുന്നൊക്കെ ആളുകൾ നെഗറ്റീവ് ഉണ്ടല്ലോ. അത് വായിക്കാറുണ്ടോ? അതിനെന്തെങ്കിലും ബാധിക്കാറുണ്ടോ? ഞാൻ ഇതൊന്നും നോക്കാറില്ല. ഞാൻ കമന്റ് ഇതിലെല്ലാം എനിക്ക് ഇങ്ങനെ പറയുന്നുണ്ടെന്നെല്ലാം പറയുന്നത് ഇവരാണ്, എന്റെ വൈഫും മകളാണ്. ഇപ്പൊ അവരതും നോക്കലില്ല. ആദ്യമൊക്കെ അവർക്ക് വിഷമായിരുന്നു. എന്നെ ചീത്ത പറയുമ്പോൾ എന്റെ വൈഫിന്റെ അമ്മക്ക്, പിന്നെ എന്റെ അമ്മക്ക്, എന്റെ ഏട്ടന്, എന്റെ അളിയന്മാർക്ക് ഒരിക്കെല്ലാം പ്രശ്നമായിരുന്നു ഞാൻ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട്. എന്നാൽ ഇതിനകത്ത് വരുന്നതെല്ലാം നെഗറ്റീവ് അല്ലേ, അപ്പോൾ ഇതെല്ലാം അവർക്ക് ബാധിക്കൂലേ. അപ്പൊ ഞാൻ അവരോടെല്ലാം പറഞ്ഞത്, നിങ്ങൾ കമന്റ് വായിക്കണ്ട, ഞാൻ ഇടും, എന്റെ വീഡിയോ വരും, നിങ്ങൾ എന്ത് പറഞ്ഞാലും. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നവരോട് പറഞ്ഞേക്ക് അത് ഞാൻ അറിയില്ല, അത് അവൻ ചെയ്യുന്നതാന്ന് പറഞ്ഞേക്ക്, അത് നിങ്ങളെ ബാധിക്കണ്ട, നിങ്ങൾ കമന്റ് വായിക്കണ്ട. പിന്നെ ഇത് ഒഴിവാക്കാൻ എന്നോട് പറയാൻ വേണ്ട, അതെന്നെ കൊണ്ട് പറ്റൂല എന്നത്. പിന്നെ അതിനുശേഷം നിർത്തി. പക്ഷെ ഇപ്പൊ അവർക്കെല്ലാം ഹാപ്പിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ്, ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഇടുന്നത് വഴി ചേട്ടന് ശരിക്കും ആ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? ഇതില് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുമ്പോ
ഞാൻ മോളോട് പറയും എനിക്ക് എന്നെ വായിന്ന് വെള്ളം വരുന്നത്. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടാവും, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ കണ്ടോട്ടെ, അല്ലാതെ എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്തിയിട്ട് നിങ്ങൾ കാണണമെന്നോ ഞാൻ ഒരു TV വീഡിയോയിൽ പോലും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ കാണണോ ഒന്ന് കണ്ടു നോക്ക്, ഇത് ചെയ്യണം, ഒന്നിനും പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട്, എൻ്റെ ഒരു ആദ്യമേ ഉള്ളൊരു ഇഷ്ടം, നമ്മളൊരു വീഡിയോ നമ്മളെ അവിടെ കിടക്കട്ടെ, എൻ്റെ വകയുള്ള ഒരു വീഡിയോ എല്ലാ കാലവും കിടക്കുന്ന സാധനമല്ലേ, നമ്മൾ ചാനൽ അടിച്ചു പോയിട്ടില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, ആരും കണ്ടിട്ടില്ലെങ്കിലും. പക്ഷെ എനിക്ക് 10 ആളൊക്കെ കണ്ട വീഡിയോ ഞാനിവിടെ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര 10 ആൾ കണ്ട്, അതൊരു 500 ആൾ കണ്ടപ്പോൾ ഞാൻ ആഘോഷാക്കി. എന്താ ചെയ്ത ആഘോഷമൊക്കെ? എന്ത് ഇവർക്കെല്ലാം പാർട്ടി കൊടുത്തില്ലേ 500 ആൾ കണ്ട വീഡിയോന്, അതാണ് എൻ്റെ ഇഷ്ടാനേ, അതാണ് വേറൊന്നല്ല. അപ്പൊ ഇപ്പൊ മറ്റേ മെയിൻ ആയല്ലോ, മറ്റേ മില്യണൊക്കെ അടിച്ചിട്ട് അപ്പൊ എന്താ ചെയ്തിട്ടില്ല. അതിന് ആകെ ചെയ്ത് 50K. അപ്പം മരുമോള് ഒരു കേക്ക് മുറിച്ചു, അത്രയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു, അത് ആൾക്കാർ കണ്ടു തുടങ്ങി. പിന്നെ ആൾക്കാർ എല്ലാ വീഡിയോ ഞാൻ നല്ല വ്യൂസ് തോന്നുന്നല്ലോ, അത് പിന്നെ ഇല്ലല്ലോ. നമ്മൾ ഒന്നും കാണാത്ത, ആരും കാണാത്ത സമയത്തല്ലേ നാളെ എത്ര ആൾ കാണും. എനിക്ക് 150 ഫോളോവേഴ്സ് 200 ഫോളോവേഴ്സ് ആയപ്പോ തന്നെ അവരോടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആകെ 50 ഉള്ളൂ, എനിക്ക് 200 ഫോളോവേഴ്സ് ആയിക്ക്. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇപ്പോ 75. ഓ 400 പോയതാ. ഇതൊന്നും പ്രതീക്ഷിക്കാതെയാണല്ലേ വീഡിയോസ് ഇട്ടോണ്ടിരുന്നത്? ഇത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാല് വേറെ എത്തൂല. നമ്മൾ ഇതിനകത്ത് ഇതിങ്ങനെ ഇതിനകത്ത് ഇത്ര റേറ്റ് പോകും, അല്ലെങ്കിൽ ഇത് ആൾക്കാർ കാണും, ആ പ്രതീക്ഷിക്കുന്ന സാധനം ആരും കാണുകയില്ല. അങ്ങനെ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ആകണമെന്ന് വിചാരിച്ച് ചെയ്താലും ആവൂല. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഇറങ്ങിയാൽ കിട്ടൂല. അങ്ങനത്തെ സാധനമാണ് മീഡിയ, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ ദിവസം ജോലിക്ക് പോവുക, നമ്മളെ പണി മുളക് ചെയ്യുക, അതിൻ്റെ പണി അതും ചെയ്യും. എല്ലുമുറ പണിയെടുക്കുക, അപ്പൊ പലമുറ തിന്നാം. അത് തന്നെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൈഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ ആൾ പറയുന്നുണ്ടേ ഇതിൽ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലോ, ഇനിയിപ്പോൾ ഇതിൽ തന്നെ ആയിക്കോ, ഇതിൽ നിന്ന് പ്രൊമോഷനും കിട്ടും. മോനെ എത്ര ആൾ വിളിക്കുന്നത്, ഒരു ഐഡിയ. എനിക്കിപ്പോൾ 6 കൊല്ലം കൊണ്ട് കുറച്ച് മാർക്കറ്റ് ഉണ്ട് എനിക്ക് എൻ്റെ പ്രോഡക്റ്റ്. അത് വെച്ച് തന്നെ എനിക്ക് നമുക്ക് ജീവിക്കാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിക്കേണ്ട ബെനിഫിറ്റ് എത്ര പ്രൊമോഷൻ കിട്ടിയാലും അത് എക്സ്ട്രാ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ EMI എൻ്റെ മക്കളെ പഠിത്തവും എല്ലാം റൊട്ടീനായിട്ട് വരുന്ന സാധനമാണ്, മറ്റത് വരണമെന്നില്ല. ഇപ്പൊ ഈ സിനിമാ താരങ്ങളൊക്കെ ഇതിന് കമന്റ് ചെയ്യും, അവരൊക്കെ ഇത് സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ കാണാറുണ്ടോ? അതൊക്കെ ഭയങ്കര സന്തോഷം. അനൂപ് സീരിയലിലെ അവരെന്നാ എൻ്റെ ഇത് റീക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാനത് ഒരു ഭയങ്കര സന്തോഷം മനസ്സിലും ഞാൻ ഇതയച്ചു. അപ്പൊ അവരെ നമ്പറൊക്കെ തന്നു. ഞാൻ മൂപ്പര് ബിസിയാ, വിളിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് റിപ്ലൈ തന്നു. ഓക്കെ, അവിടെ എവിടെയോ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഒരു മെസ്സേജ് അയച്ചു. പിന്നെ ഒണിയല് അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ, വിളിച്ചു. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ബെനിഫിറ്റാ. പിന്നെ നമ്മൾ എവിടെയും പോയാലൊരു 10 ആളുണ്ടെങ്കിൽ 2 ആൾക്ക് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തന്നെ അത് മതി. അതിന് അതിൽ കൂടുതൽ സന്തോഷം വേറെന്താ? ഈ ചെണ്ടകൊട്ടല് കുറച്ചധികം ഫോട്ടോസ് കണ്ടിരുന്നു. അപ്പൊ വാദ്യകലാകാരനാ? ചെറിയ രീതിക്ക്, ഞാൻ വലിയ രീതിയൊന്നുമില്ല. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാ. ഞാൻ പിന്നെ ഗൾഫിൽ പോയ ശേഷം ചെണ്ടയെല്ലാം ഒഴിവായി, എല്ലാം മറന്ന്. പിന്നെ ഇവിടെ ഞാൻ നാട്ടിൽ സെറ്റിൽ ആയ ശേഷം എൻ്റെ മരുമോൻ ചെണ്ട അടിക്കും, അവൻ്റെ രണ്ടാമത് പിന്നും പഠിച്ച് ഇപ്പം കൊട്ടുന്നുണ്ട്. അതില് പഞ്ചാരി, ചെമ്പട, പിന്നെ പാണ്ടി ഇതെല്ലാം അത്യാവശ്യം കൊട്ടും. പാടുവോ? ഇല്ല, പാട്ട് കേൾക്കും. അതും ഞങ്ങൾക്ക് പഴയ പാട്ടാണ് ഇഷ്ടം. പുതിയ പാട്ട് ഞാൻ അങ്ങനെ, അതുകൊണ്ടാണ് ബേബി ജീനൊന്നും എനിക്ക് അറിയാത്തത്. ബേബി ജീന എന്ന് പറഞ്ഞത് ഇവര് പറഞ്ഞ ഞാൻ അറിയുന്നത്. ബേബി ജീനോട് സംസാരിച്ചോ? ഇല്ല. എനിക്ക്
ഞാൻ നമ്മളെ എങ്ങനെയെങ്കിലും രണ്ടാൾ അറിയണം, നമ്മളൊന്ന് അംഗീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോടും പറയും, എൻ്റെ വീഡിയോ ആരെങ്കിലും ഒന്ന് ട്രോളിയിട്ടെങ്കിലും അവൾ അറിയട്ടെ. അപ്പൊ അവള് എൻ്റെ മോള് പറയുമോ, നിങ്ങളെ വീഡിയോ ട്രോളാൻ പോയിട്ട് നോക്കാൻ വേണ്ടി നിൽക്കൂലെന്ന് പറഞ്ഞ. അപ്പൊ ഞാന് നമ്മളെ മഴവിൽ മനോരമയിലേ ഒഴിഞ്ഞിരി മമ്പടത്തിരില്ലേ, അതിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കും, ഒരു സ്റ്റാൻഡപ്പ്. ഞാൻ കുറെ അയച്ചു കൊടുക്കും അവർക്ക്. അവരങ്ങനെ തന്നെ തിരിച്ച് റിജക്റ്റ് അടിക്കും. ഞാനോട് പറയും അച്ഛൻ, ഞാൻ പിന്നെ മോളോട് പറയും, ഇനിയൊന്ന് വീഡിയോ എടുക്കുക. അച്ഛൻ വീഡിയോ എടുക്കണ്ട, നിങ്ങളെ വീഡിയോ എല്ലാം ഓരോ കയ്യിലുണ്ട്. ഇനി നിങ്ങളെ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ അപ്പം തന്നെ അതിൽ ബ്ലോക്ക് ചെയ്തോളൂ. ഇനി നിങ്ങൾ വീഡിയോ ഉണ്ടാകുന്നത് അവർ നിർത്തിയേ. ഇവള് മോളെ എടുത്തു തരുവാ, അല്ലെങ്കിൽ ഏട്ടന് പോയെ. ഇവര് എടുത്തു തരൂല. ഇവരോട് പറയൂ, ഒരു വീഡിയോ എടുത്താ ഞാനത് നോക്കട്ടെ. പക്ഷെ ഞാൻ എടുക്കുന്നതെല്ലാം ഇവര് ചിരിച്ചിട്ട് എന്തെങ്കിലും എല്ലാം കൊളാക്കും. എന്നിട്ട് ഞാൻ ഒരുവിധം ഒപ്പിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കും അവർക്ക്. അയച്ചു കൊടുത്ത് കുറെ കഴിഞ്ഞാൽ പറയും, അതിന് കോമഡി പോരാ, ശേഷം കൊണ്ട് ഒന്ന് മാറ്റി ചെയ്തത്. അപ്പൊ അത് മാറ്റി ചെയ്യും. മാറ്റി ചെയ്തത് അതും അയച്ചു കൊടുക്കും. ഒന്നും റെഡി ആയിട്ടില്ല. ഞാനിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും, നമ്മൾ ഇതിലും വലിയ കോമഡി പറഞ്ഞില്ല, അവര് നമ്മളത് ചിട്ടിയാക്കില്ല. അപ്പോൾ പറയൂ, നിങ്ങൾ ഇതൊന്നും അല്ല കോമഡി, ഓരി കിട്ടേണ്ട കോമഡി വേറെയാ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊന്നും കാര്യമില്ല, വിട്ടേക്ക്. അങ്ങനെ ഇവലെ രണ്ടാളെ ഇവരെ നോക്കി നടക്കണ്ടേ, ക്യാമറ കിട്ടൂലോ. പിന്നെ അങ്ങനെയാ ഞാൻ സ്റ്റാൻഡ് വാങ്ങിയത്, ട്രൈപോഡ്, വലിയ ട്രൈപോഡ് വാങ്ങി. എന്നിട്ട് സ്വന്തമായിട്ട് ഓലൊന്നും വേണ്ട, ഇങ്ങോട്ടൊന്നും ആരാണ് അറിയണം എന്ന് വെച്ചാല് എല്ലാ കാലവും ഞാൻ ഇത് ഇടാൻ തുടങ്ങിയ എന്തിനാണെന്നറിയോ, വീഡിയോ ഇടാൻ തുടങ്ങിയതന്നെ എല്ലാ കാലം നമ്മളില്ലെങ്കിലും ഈ സാധനം അവിടെ ഉണ്ടാവും. നമ്മളെ മക്കൾക്ക് അതവിടെ ഉണ്ടാവുമല്ലോ. നമ്മൾ ആരും കണ്ടോ ഇല്ലോ എന്നല്ല, അവിടെ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും കാണാമല്ലോ. ഇത് തന്നെ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടോ അപ്പുറം. പക്ഷെ ഞാനിത് വിട്ടിട്ടില്ല. ഇങ്ങനെ എൻ്റെ നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ തുടരുക. അത് തന്നെ എല്ലാവരും വിചാരിച്ചു ഞാനിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത്. ഞാനങ്ങനെ വിചാരിച്ചേ 2 വർഷമായിട്ട് ഒരാൾ ഒരേ കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ അയാൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മള് എൻ്റെ ഒരു ആരും എടുത്തുതരാൻ വേണ്ട വീഡിയോ. അപ്പൊ പിന്നെ നമ്മള് ഒരു ഒറ്റ ടൈപ്പ് വീഡിയോയിൽ വരുള്ളൂ. ആംഗിൾ മാറൂലോ. ഈ ആംഗിൾ തന്നെ എടുക്കാൻ പറ്റുമോ എന്നെ കാണണമെങ്കിൽ? അല്ലെങ്കിൽ ഇവിടെ വൈഫ് ഉണ്ടാവും, ആളെ ഉണ്ടാവും, രണ്ടാൾക്കാർ. പിന്നെ എടുക്കാനുള്ള ആളില്ല. ഒറ്റ ആംഗിളിൽ വരും. ആൾക്കാർ പറയൂ, നിങ്ങൾ ആംഗിൾ മാറ്റി പിടിക്കണമെന്ന്. എങ്ങനെ മാറ്റി പിടിക്കും ഞാൻ? എങ്ങനെ മാറ്റി പിടിക്കും? അപ്പൊ ഇത് കണ്ടതാണ്, ഇത് ഇന്റർവ്യൂ കണ്ടതാണ് പറഞ്ഞത്. ഓ, ഇതുകൊണ്ടാണ് നിങ്ങൾ ആംഗിൾ മാറ്റി പിടിക്കാത്തത്. അതുവരെ ആൾക്കാർക്ക് മനസ്സിലായിക്കില്ല ഇതെന്താ സംഭവം. അതാണ് എന്തായാലും കാണാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഉണ്ണാൻ കഴിഞ്ഞതിലും. എനിക്ക് ആ ടെക്നിക്ക് മുഴുവനായിട്ട് കിട്ടിയില്ല, പക്ഷെ ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്ത് സ്വയത്താക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഭക്ഷണത്തിന്. എന്തായാലും അങ്ങനെ ഭക്ഷണം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. അച്ചാറ് മധുരവും ഉണ്ട്, എരിവും ഉണ്ട്. അങ്ങനെ പിന്നെ മീൻ പൊരിച്ചതിന്റെ സ്പെഷ്യൽ മസാല. പിന്നെ അവിടുത്തെ കറി എന്തായിരുന്നത്? അത് നമ്മളെ പച്ചടി. പച്ചടി എനിക്കെല്ലാം ഇഷ്ടമായി, ഗംഭീരമായിട്ടുണ്ട്. വെറുതെ അല്ല ഇങ്ങനെ ആസ്വദിച്ച് ഉണ്ണുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഇനിയും പാട്ടിന്റെ അകമ്പടിയോടെ ഉണ്ണുന്ന ചോറണ്ണനെ കാണാൻ സാധിക്കട്ടെ. പ്രശസ്തിയും സിനിമാഭിനയൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ അല്ലെ? പിന്നെ വിളിച്ചാ പോകും. ഓക്കെ, അപ്പൊ സിനിമയൊക്കെ തേടിയെത്തട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നിങ്ങൾ ഇവിടെ വന്നതിലും നിങ്ങൾ സംസാരിക്കാൻ പറ്റിയതും വളരെയധികം സന്തോഷം. താങ്ക് യു. നമ്മളെ തേടി അങ്ങനെ വന്നില്ലേ, അത് തന്നെ വലിയ സന്തോഷമല്ലേ. നിങ്ങൾ എവിടെയോ നിൽക്കുന്നു, നമ്മളിവിടെ നിൽക്കുന്നത്. ഇങ്ങേ അറ്റത്തുള്ള നമ്മളെ കാണാൻ നിങ്ങൾ അങ്ങനെ വന്നില്ലേ, അത് തന്നെ വലിയ സന്തോഷം. ഇതൊക്കെയാണ് നമ്മൾക്ക് ഇതിൻ്റെ കിട്ടിയ വലിയ സന്തോഷങ്ങൾ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇതൊക്കെ നമ്മളെ ഒരിക്കലും ആർക്കും കുറെ പേരിൽ ചിലർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ അന്ന് കളിക്കുന്നുണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ. അതിൽ ചിലർക്ക് കിട്ടുന്ന ഭാഗ്യം, അതാണ് നമുക്കും കിട്ടിയത്. ഭാഗ്യങ്ങൾ തുടരട്ടെ. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.